Praise the Lord. Hallelujah. 1990 യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. The Lord has given me a wonderful opportunity to receive the Lord in 1900 as my personal savior. ഒരിക്കലും യേശുക്രിസ്തുവിനെ അറിയുമെന്നോ യേശുക്രിസ്തുവിൻ്റെ നാമം ചുമക്കുമെന്നോ ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്ന ഒരാളല്ല. I had never thought in my life that I would ever take the gospel with me in my life. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം കണ്ടിരിക്കുന്നു എന്ന്. It is written in the word of God that even while you are in the womb of your mother, I have seen you and I have chosen you. ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഭൂമുഖത്തിരിക്കുന്നത്. It is because of the Lord has seen me from the womb of my mother that I am still live today. അനേക പാപ സ്വഭാവത്തിൽ അടിമപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. I was addicted to several kinds of sinful ways and sinful thoughts. വിട്ടുതിരിയാൻ കഴിയാത്ത അനേക കൂട്ടുബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. I could even never get out of the friendship that I had in my life. അത് അനേക രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. There were so many secret sins that I was always carry with my life. സമൂഹത്തിന് മുമ്പിൽ ഞാൻ വളരെ മാന്യനായിരുന്നു. I was always a decent personality when the people gathered together. എന്നാൽ എൻ്റെ ജീവിതത്തിലെ But in my life ഒരിക്കലും സമാധാനം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. I have never experienced a real peace. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചു, And I thought for myself. എൻ്റെ മാതാപിതാക്കളെയും ദേശമൊക്കെ വിട്ടു പോയാൽ എന്താണെന്ന് ചിന്തിച്ചു. I thought, why can't I stay away from this place to move away to another place? എന്നാൽ ദൈവം എന്നെ കണ്ടതുകൊണ്ട്, Because the Lord has eyes upon me, അങ്ങനെ പോകുവാൻ ദൈവം അനുവദിച്ചില്ല. He never allowed me to go away from this place. ഞാൻ ഓർപ്പിച്ചു പോലെ 90 ഞാൻ ബെന്തക്കോസ്തുകാരുടെ സ്നാനം കാണാൻ പോയതാണ്. I just went out to see the baptism conducted by the Pentecostal people in 1990. സ്നാനം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഞാൻ പിടിക്കപ്പെടുവാനിടയായി. When I was watching that baptismal ceremony, the love of the Lord has caught me in that place itself. ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഞാൻ തലകുനിച്ചു. And when I heard the voice of God, I surrendered my life to Him. ഒരു വാക്ക് സ്ഫുടമായി സംസാരിപ്പാൻ ശേഷിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. I was a person that I could not pronounce a word clearly from my mouth. യേശുക്രിസ്തുവിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ച് യേശുക്രിസ്തുവിന്റെ കൽപ്പന ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, when I submitted and surrendered my life and I accepted His commandment in my life, എൻ്റെ ജീവിതത്തിൽ പാടെ യേശു കർത്താവ് മാറ്റം വരുത്തി തരുവാനിടയായി. The Lord has thoroughly changed my life. യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. There is nothing else in this world which He cannot perform, He cannot do in our lives. അത് എൻ്റെ ജീവിതത്തിലെ അനുഭവം തന്നെയാണ്. And that is my personal experience. എൻ്റെ ജീവിതത്തിലെ in my life. കുന്താലിയും തൂമ്പയും പിടിച്ച് അങ്ങനെ ഒരു കൃഷിക്കാരന്റെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. I was born and brought up in a peasant's family in a farmer's house. എന്റെയും ചിന്ത അത് കൃഷിക്കായിരുന്നു എൻ്റെ ഹൃദയത്തിലെ ചിന്ത. And I had the same plan to continue my life as a farmer. അന്ന് എൻ്റെ ജീവിതത്തിൽ മാന്യതയില്ലായിരുന്നു. In those times I had no respect in my life. എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ യേശുവിലേക്ക് മാന്യത തരുവാനായി. But from the time when I started to know the Lord Jesus Christ, He gave me the respect of the people and He lifted my life up. ഞാൻ വിക്കനായിരുന്നു. I was a person with a stammering tongue. അന്ന് ഞാൻ ആരാധനയ്ക്കും ആത്മീയ കൂട്ടായ്മകൾക്കൊക്കെ പോകുമ്പോൾ, in those times when I used to visit the churches and attend the services, യേശു എന്നോട് സംസാരിക്കാൻ തുടങ്ങി. The Lord was speaking to me. നീയും എൻ്റെ വേലയ്ക്കുള്ളവനാണ്. You are also found for my ministry and my work to do. ഞാൻ മാറിയിരുന്ന് കരയാൻ തുടങ്ങി. I began to cry. ഞാൻ പലനാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. I began to pray. ഞാൻ എന്താ നിന്റെ വേല ചെയ്യാൻ? And I asked, how can I do your ministry? എന്നാൽ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. But the Lord continued
to speak to me. വചനത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങി. He speak me through his word. വിക്കനായ മോശയുടെ നാമനോട് കൂടിയിരുന്ന് സംസാരിക്കുന്നത് പോലെ നിന്റെ നാമനോട് കൂടി And സംസാരിക്കും. I said, I will be with you as I was with the Moses, person of stammering tongue. എന്നാൽ അന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. In those times and those events, I could not understand what he was saying to me. എന്നാൽ സമയമായപ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം എന്റെ ജീവിതത്തിൽ നിവർത്തി വരുവാനിടയായി. But when the time has fully come, the promises come fulfilled in my life. ഞാൻ പല വേദികളിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. I used to cry in several places. ആ സമയം ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ മേൽ വെളിപ്പെടുവാനിടയായി. Those times the promise of God has come in my life. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് തരുവാനിടയായി. There were so many experiences that he gave me in my life. ക്രിസ്തീയ ജീവിതം അഭിനയമല്ല. Christian life is not an acting. സ്ത്രീക്ക് വേണമെങ്കിൽ പുരുഷന്റെ വേഷം കെട്ടാം, പുരുഷന് വേണമെങ്കിൽ സ്ത്രീയുടെ വേഷം കെട്ടാം. A woman can act as a man and a man can act as a woman. ക്രിസ്തീയ ജീവിതം ഒരു അഭിനയമല്ല. But Christian life is not the life of an actor. ക്രിസ്തീയ ജീവിതം അനുഭവമാണ്. But Christian life is of experience. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ദൈവം There തരുവാനിടയായി. are a lot of experience that he gave in my life. ദൈവം എന്നെ ഒന്ന് പ്രത്യേകം ടെസ്റ്റ് ചെയ്യുവാനിടയായി. And he tested and tried my life several times. ഞാൻ യേശുവിനെ അറിയുന്ന മുമ്പ്, Even when before I come to know the Lord, രാത്രി 2 മണി 3 മണിയൊക്കെ സമയത്ത് എന്റെ വീട്ടിൽ വന്ന് വാതിൽക്കൽ മുട്ടുമ്പോൾ അപ്പോൾ അമ്മ കഥ തുറന്നു തരുവാനിടയായി തുറന്നിട്ടുണ്ട്. I used to come and knock the door of my house and my parents used to open the door for me. യേശുവിനെ അറിഞ്ഞ ശേഷം, But after when I come to know about the Lord, ഞാൻ ചെന്ന് കഥ മുട്ടുമ്പോൾ അമ്മ കഥ തുറക്കത്തില്ല. when I knock the door, they won't open the door. ഒരു ദിവസം സന്ധ്യ രാത്രിയിലെ അതാ ഞാൻ തണുപ്പുള്ള സമയത്ത് മുറ്റത്ത് കിടക്കുകയാണ്. It was a winter season and I used to lie outside the house. എന്റെ ഹൃദയത്തിൽ ചെകുത്താൻ സംസാരിക്കാൻ തുടങ്ങി. And the devil used to speak to me. നേരത്തെ ഞാൻ വീട്ടിൽ വരുമ്പോൾ മാതാവ് കഥ തുറക്കും, ഇപ്പോൾ കഥ തുറക്കുന്നില്ല. ഈ പുസ്തക നിമിത്തമല്ലേ, അതെങ്കിലെങ്കിൽ പുസ്തകം എടുത്ത് ദൂരേക്കെടുത്ത് കളയാ. There was a time when you did not know this gospel and this word and you were inside of the house, and now because of the word of God you are outside of the house, so you will take away this word from you. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് I just jumped out of the place. തലയ്ക്കിരുന്ന പുസ്തകം എന്റെ മാറോട് ചേർത്ത് പിടിച്ച് I took the Bible to my lap. ഞാൻ പൊട്ടിക്കരയാൻ I തുടങ്ങി. began to cry aloud. എന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റം വരുത്തിയത് യേശുവിന്റെ സ്നേഹമാണ്. I understood that the love of Christ had changed my life altogether. ആ യേശുവിന്റെ സ്നേഹം വിട്ട് ഞാൻ മാറുന്നില്ല. And I will never leave his love. ഞാൻ ആ തീരുമാനമെടുത്തപ്പോൾ അന്ന് രാത്രിയിൽ ദൈവം എന്റെ മാതാവിനോടും പിതാവിനോടും ഇറങ്ങി ഇടപെടാൻ തുടങ്ങി. When I took that decision on the same night, the Lord began to speak to my parents. അന്ന് രാത്രിയിൽ തന്നെ കഥ തുറന്നു, രാത്രിയിൽ സുഖമായി കിടന്നു ഉറങ്ങി. And the very same night they opened the door and entered the house and lie down safely. മറ്റൊരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴേ, And when there was another time when I entered the house, വലിയ വിശപ്പ് എന്റെ ജീവിതത്തിലുണ്ട്. I was so much hungry on that time. ഞാൻ വിളമ്പി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. As I was eating from the table, എന്റെ നീക്കങ്ങൾ കണ്ടിട്ട് എന്റെ പിതാവ് ഓടി വന്ന് ആ പാത്രവും ചോറും എടുത്ത് ദൂരേക്ക് എറിയുവാനിടയായി. as I was eating, my father came and he took away the plate and the food and he threw it outside the door. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും സഹിക്കാം. We can suffer anything and have experienced anything in our lives. വിശപ്പ് നമുക്ക് സഹിക്കാൻ We കഴിയുന്നതാണ്. cannot suffer with hunger. ഞാൻ അന്ന് രാത്രിയിൽ വളരെ കരയാൻ തുടങ്ങി. I began to cry in that night. എവിടെ ചെന്നാൽ ഒരു നേരത്തെ ആഹാരം കിട്ടുമെന്ന് ചിന്തിച്ച് വളരെ ഭാരപ്പെട്ടു. How can I get one time of a meal? സ്വന്തം മാതാവും പിതാവും അതാ കൈമലർത്തിയപ്പോൾ, എന്നെ ഉപേക്ഷിച്ച് പുറത്തള്ളിയപ്പോൾ, Even my father and mother, they forsake me. സ്വന്തം അതാ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തപ്പോൾ യേശു അനേക മാതാപിതാക്കളെ എനിക്ക് വേണ്ടി ഒരുക്കി തരുവാനിടയായി. Even though my own parents they forsook me, the Lord has provided me these several fathers and several mothers in my life. ഞാൻ ആരുടെയും വീട്ടിൽ ചെന്ന് ഒരു നേരത്തെ ആഹാരം ആരുടെയും വീട്ടിൽ ചോദിക്കുന്നയാളല്ല. I never used to go to any houses and ask for food. എന്നാൽ ഞാൻ ചോദിക്കാൻ തന്നെ ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറന്നു തരുവാനിടയായി. But the Lord has opened several doors even without I ask from any person. എന്റെ വീട്ടിൽ യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം എന്റെ വീട്ടിൽ തന്നെ പുറത്താക്കി. Because of the word of the God, they left me out of the house. എവിടെ ഒരു അന്തി കിടന്ന് ഉറങ്ങും, ഒരു ആഹാരം ആര് തരും എന്ന് ചിന്തിച്ച് ഞാൻ പലപ്പോഴും ഭാരപ്പെടാൻ തുടങ്ങി. I used to worry and anxious about how can I lie down in one night or who will give me the food for me. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം അതിന്റെ മുമ്പിലെല്ലാം വഴി ദൈവം തുറക്കാൻ തുടങ്ങി. But the Lord began to open the miraculous ways in the midst of all of these things. തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ എന്നെയും ദൈവം അത്ഭുതകരമായി പോറ്റാൻ The തുടങ്ങി. scripture says that the Lord has fed his servant the prophet Elijah by a raven. ദൈവത്തിന്റെ ഓരോ പ്രവൃത്തികൾ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. When you remember what is written, the promises of God in the Bible, you will never cease to praise him.
അല്പകാലം ദൈവവചനം പഠിക്കുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങൾ ഒരുക്കി And the തരാനിടയായി. Lord has given me a chance to study the word of God for some time. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിവാഹം കഴിപ്പാനിടയായി. Even after the study of the word, I got married. 2 കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് നൽകി The Lord തരാനിടയായി. has given us 2 children. മോളുടെ പേര് നിസി, മോന്റെ പേര് നിജോ. And the daughter's name was Nisi and the son's daughter was Nito. അവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. They are studying. പലപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഭാഗ്യം നൽകിയിട്ടുണ്ട്. And the Lord has, as a family, has given several opportunities to be used by the Lord for His glory. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കണമെന്നുള്ള The ആഗ്രഹമാണ്. utmost concern of my heart to take the gospel to the unreached areas. 2012 പ്രാരംഭ നാളുകളിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ എനിക്ക് അത് സുവിശേഷം എത്താത്ത ഗ്രാമങ്ങൾ കവർ ചെയ്ത് സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. The beginning of the year 2012, I could take this gospel from Trivandrum to Thrissur to the unreached villages of these districts. ആത്മഹത്യക്ക് വേണ്ടി തയ്യാറായിരുന്ന പലരും അതിൽ നിന്ന് പിന്മാറി യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി. There were several people who committed their lives to the Lord who were even ready to commit suicide. പലരും സ്നാനപ്പെടുവാൻ വേണ്ടി തീരുമാനമെടുക്കുവാനിടയായി. And they took a decision to be get baptized. അതൊക്കെ എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമാണ്. And that gave immense joy in my heart. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who works on behalf of those who pray in front of Him. ഞാൻ ഈ അനുഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ When I come out of my house, വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരെല്ലാം കളിയാക്കാൻ തുടങ്ങി. my relatives and my church and my people around me, they used to laugh at me. ഇപ്പോൾ അവന്റെ ജെറോമിന്റെ പരാജയം കാണാം. And they used to say that now we will see the failure of Jerome. പരാജയം കാണുവാൻ കൊതിച്ചിരുന്നോടെ മധ്യേ സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ചില വഴികൾ ദൈവം തുറന്നു തരാനിടയായി. In front of those who are waiting to see my failure, the Lord has opened miraculous doors for me. പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക് മാറി മാറി താമസിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. In several places we used to take rented houses and stayed in several places. എനിക്കൊന്നറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. But I believe the one who called me is faithful. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമാണ്. And He will never change His words. ഞാൻ ഒരു ദിവസം സന്ധ്യാസമയം എന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോഴേ When I came to my house in one of the evenings, വീട്ടിലൊന്നും കഴിക്കാനൊന്നുമില്ല. and there was nothing in my house. എന്റെ കുഞ്ഞിനെ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് എന്റെ ഭാര്യ മുല കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. My wife was giving milk to my little child. ഞാൻ ചെന്നപ്പോൾ എന്നെ ഞെട്ടിക്കുന്ന കാഴ്ചപ്പാടാണ് എനിക്ക് കാണുവാനിടയായത്. When I came, I saw this terrible scene. എന്റെ ഭാര്യ കഴിക്കുവാൻ ആഹാരമില്ലാതെ ആ സമയം ഭാര്യ ഞാൻ നോക്കുമ്പോൾ വിറയ്ക്കുകയാണ്. My wife was shivering because she had no food in that time in the house to have one time of a meal. എന്നാൽ ആ പരിശോധന മുമ്പിലും ജയിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. Even in the midst of that trial, the Lord has given me His strength to come out of and escape out of all these trials. ഞാൻ 21 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ When I finished my 21 days of fasting, ദൈവം എന്നോട് ഇറങ്ങി ഇടപെടാൻ തുടങ്ങി. നിന്റെ ജീവിതത്തിൽ യോർദാന് സമമായ ചില ശോധനകൾ ഏറ്റുമുട്ടാൻ പോകുകയാണ്. Lord has given me a warning that you are going to face trials and problems at the river Jordan. അത് കഴിഞ്ഞ ശേഷം ഞാൻ മഞ്ഞപ്പിത്തം എന്ന മാരക രോഗത്തിൽ ഞാൻ അടിമയാകുവാനിടയായി. I was suffering from that time onwards. I was caught because of the great disease of jaundice. മഞ്ഞപ്പിത്തം ബി എന്ന ആ രോഗം എന്നെ പിടിക്കപ്പെട്ടു. It was hepatitis B that affected me. എന്നെ സ്നേഹിക്കുന്ന പലരും രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കി എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുവാനിടയായി. My friends and relatives, those who love me, they have taken me to Trivandrum Medical College Hospital. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരിക്കുമ്പോഴാണ് ഒരു പ്രിയപ്പെട്ട സാറിന്, മാന്യ സാറിന് ഇതുപോലെ അസുഖം കൂടി അവിടെ കൊണ്ടുവന്നു. There was a person at the same time who affected with the same disease brought to that place. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ചുമയ്ക്കാൻ തുടങ്ങി. And when I was looking onto that person, he began to cough. ചുമ തീരുകയും വായിക്കൂടെ മൂക്കിക്കൂടെ ബ്ലഡ് പുറത്തു വരുവാനിടയായി. And just after finishing his cough, blood was vomiting out of his mouth. എന്നാൽ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനിടയായി. And I was looking on to that scene. Within a moment he left his last breath out of his body. മറ്റൊരു ചെറുപ്പക്കാരൻ ഇതുപോലെ മാരകമാകുന്ന അസുഖത്താൽ അവൻ കട്ടിലിൽ കിടക്കുകയാണ്. And there was another youngster who was lying on the bed because of a severe sickness. ഞാൻ നോക്കി നിൽക്കുമ്പോൾ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. And he was shivering because of this severity of sickness. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ജീവൻ തന്നെ വിട്ടു പോകുവാനിടയായി. And I was looking on to that person. He was taking his last breath. യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട് ആ വലിയ വിപത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിപ്പാനിടയായി. And let me say, because I loved the Lord,
He delivered me out of that kind of a severe disease in my life. യേശു വിടുവിക്കുന്ന ദൈവമാണ്. Jesus is the one who delivers the people. എന്റെ മാതാവിനും ഇതുപോലെ അസുഖം കൂടുവാനിടയായി. Even my mother was affected with a severe sickness. പെട്ടെന്ന് വയറ് പെരുകുകയാണ്. And the belly was coming bulging out of her body. സുബോധം നഷ്ടപ്പെടുവാനിടയായി. She lost her conscious. 3 ഹോസ്പിറ്റലിൽ തള്ളി. 3 hospitals, they said we can't do anything. രാത്രിയിൽ ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് And കൊണ്ടുപോവുകയാണ്. on a certain night we have taken her to Trivandrum Medical College. എന്റെ സ്നേഹിതനായിരിക്കുന്ന ദൈവദാസൻ എന്നെ ആ സമയം വിളിപ്പാനിടയായി. One of my friends, a servant of God, called me in that time. ചോദിച്ചു, ജെറോം പാസ്റ്റർ ഇപ്പോൾ എവിടെയാണ്? And he asked me, where are you, pastor? ഞാൻ പറഞ്ഞു, അമ്മയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. And I said, we are on the way to the medical college. എന്റെ ചരിത്ര സംഭവങ്ങൾ അറിയാവുന്ന ആ ദൈവദാസൻ And he know all my history. ഉടൻ തന്നെ എടുത്തു പറയുകയാണ്, മാതാവ് ഇപ്പോൾ മരിച്ചാൽ ദൈവത്തിന് പ്രയോജനമല്ല, നരകത്തിലേക്ക് പോകുകയാണ്. So he said, when your mother dies now, she has no use for the kingdom, she is going to the hell. ആ ദൈവദാസൻ ഫോണിൽ കൂടെ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാനിടയായി. And the very night he began to pray for her through the phone. കർത്താവേ, ഇപ്പോൾ ആ മാതാവിന്റെ പ്രാണനെ എടുക്കരുത്. And he said like the Lord, you do not take the spirit out of her now. ദൈവം ആ വാക്ക് അതുപോലെ തന്നെ ദൈവം അംഗീകരിക്കാനിടയായി. And the Lord accepted that prayer as it is that he was praying. ദൈവം വീണ്ടും മാതാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കി. And he extended her life. എന്റെ അമ്മ അതാ ഞാൻ ആരെ സേവിച്ചുവോ ആരെ അറിഞ്ഞുവോ ആ യേശുവിനെ എന്റെ അമ്മയും അറിയുവാനിടയായി. And she also came to the same faith which I profess today. ഏകദേശം വീണ്ടും 1.5 വർഷത്തോളം നാളെ ജീവിച്ചിരുന്നു. And she also continued to live 1.5 year more. ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ അതാ വിശ്രമിക്കുകയാണ്. Now she is resting with the Lord. എന്റെ പിതാവും ഞാൻ അറിഞ്ഞ യേശുവിനെ അറിയുവാനിടയായി. My father also came to this saving knowledge of Christ. യേശു അതാ എന്റെ പിതാവും അതാ നിത്യനാട്ടിൽ വിശ്രമിക്കുകയാണ്. And now my father is also resting with the Lord. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണമെന്നാണ് എന്റെ ഹൃദയത്തിൽ. My desire and my passion of my heart is to take this gospel to the unreached people and to the areas. അനേക ഗ്രാമങ്ങളിൽ യേശുക്രിസ്തുവിനെ കൊണ്ട് യേശുവിനെ കുറിച്ച് പറയുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. He has given me several times an opportunity to take this gospel into different villages of this land. ഞങ്ങൾ ഇതുപോലെ സന്ധ്യ സമയത്ത് ഒരു സ്ഥലത്ത് എന്ന് അത് പരസ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. As we were conducting an open air meeting in one certain places, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവസാനം ഞാൻ ആഹ്വാനം ചെയ്യുവാനിടയായി. I gave an altar call towards the end of the meeting. അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുന്നോട്ട് കടന്നു വന്നു. And so many people came forward for prayer. കടന്നു വന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനിടയായി. I began to pray for them. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അത് ഒരു മാതാവ് എന്ന് പറയുകയും അവിടെ അടുത്തൊരു വീട്ടിൽ ഒരു പിതാവ് തളർന്നു കിടക്കുന്നു. After the prayer, one mother came and said nearby a house a father was lying paralyzed in the home. 2-3 ദേവദാസന്മാർ ആ വീട്ടിൽ ചെന്ന് ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. We 2-3 servants of God went to that house and we prayed over that person. ഒരു സൈഡ് മൊത്തം തളർന്നു പോയതാ. He was completely bedridden and paralyzed for one side. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത He മനുഷ്യൻ. could not walk. എന്നാൽ യേശുവിനോട് ആ ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിടയായി. ആ സെക്കൻഡിൽ തന്നെ ആ പിതാവിനെ യേശു എഴുന്നേൽപ്പിക്കാനിടയായി. And when the servants of God prayed together earnestly for that father, he raised up from that bed. യേശു അത് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. Our God is Jesus, is the one who do the miracles. യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. There is nothing in this world which cannot be done by him. എന്റെ കണ്ണുമുമ്പിൽ കണ്ട ചില പ്രവൃത്തികളുണ്ട്. I have seen it with my eyes several incidents. ഞാൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ When I went to one of the houses, അതാ വളരെ കോലമായി കൈയും കാലൊക്കെ വളരെ വികൃത വേഷമായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുവാനിടയായി. I saw a young girl who was bodily physically very weak and her eyes and her whole body was purely weak. അവളോട് സംസാരിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞുകൊടുത്ത ചില ഭാഷകളാണ് അവൾ സംസാരിക്കുന്നത്. When I began to speak to her, she was speaking some other language which cannot understand. എന്നാൽ ആ പ്രാർത്ഥന 3 ദിവസം പ്രാർത്ഥന അവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. And we conducted 3 days of fasting and prayer there. എന്നാൽ 3-ാമത്തെ ദിവസം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങി. On the 3rd day I began to speak about the glorious revelation of Jesus Christ. യേശു എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു?
Wherever he appeared himself. യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? What all things happened when he appeared to the people? യേശു ആർക്കു വേണ്ടിയൊക്കെ പ്രത്യക്ഷപ്പെട്ടു? To whom for the people he is appearing himself. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. When I was speaking on these things, പെട്ടെന്ന് ദൈവത്തിന്റെ ഹൃദയത്തോട് ഇറങ്ങി ഇടപെടാൻ തുടങ്ങി. and suddenly the Lord began to speak to her. ദൈവാത്മാവിന്റെ നിറവിൽ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് യേശുവിന് വേണ്ടി ജീവിക്കാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. Filled with the Holy Spirit, I asked to that young girl, are you ready to live for Christ? ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ആ പെൺകുട്ടി ചാടി എഴുന്നേറ്റു. And she got up on her feet. അവള് അത് പറയാൻ തുടങ്ങി, ഞാൻ എന്നെ വിടുവിച്ചാൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. And she said, if the Lord delivers me, I will surely live for him. അവൾ അത് പറഞ്ഞിട്ടിരുന്നു. And she sat down and ഞാൻ വീണ്ടും യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. and just continued to speak about Jesus. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ ചുറ്റുമില്ലാൻ തുടങ്ങി. And the Spirit power is begun to fill that place. ആ സമയം തന്നെ യേശു അവളെ സൗഖ്യമാക്കുന്നത് എന്റെ കണ്ണാൽ കാണാൻ കർത്താവ് At the ഭാഗ്യം. very same moment I could see that the Lord was healing her completely, instantaneously among that people. യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. There is nothing else in this world which he cannot do. യേശു അത്ഭുത മന്ത്രിയാണ്. And Jesus is the great minister for us. യേശു പാപികളെ സ്നേഹിക്കുന്നു. He is the one who loves the sinners, അതാ പാപത്തെ യേശു വെറുക്കുന്നു. but he hates the sin. ഒരു പക്ഷേ നീ ഏത് കൊട്ടും പാപിയാണെങ്കിലും, Sometimes if the person may be such kind of a wicked person, ഒരു പക്ഷേ മാതാപിതാക്കളാൽ നീ വെറുക്കപ്പെട്ട you may be വ്യക്തിയായിരിക്കാം, forsaken by your own parents, സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ട you may be വ്യക്തിയായിരിക്കാം, forsaken by your own relatives, കൂട്ടുകാരാൽ വെറുക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. even your friends may not accept നീ you. ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, What kind of a person you would be. വേദപുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെയാ The മനസ്സിലാക്കുന്നത്. scriptures as we read, it makes us understand that. 12 വർഷക്കാലം രക്തസ്രാവം പിടിച്ച ഒരു സ്ത്രീയെ കുറിച്ച് വേദപുസ്തകത്തിൽ പരിചയപ്പെടുന്നു. Bible speaks about a woman who has an issue of blood for the 12 years. ആ മാരകമാകുന്ന രോഗം നിമിത്തം നോക്കേ എല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു. Because of that kind of a severe disease, she has lost everything in her life. അനുഭവിക്കേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു. And she experienced such kind of a severity, she lost everything she had. അനുഭവിക്കേണ്ടതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ വീട്ടുകാരും നാട്ടുകാരെല്ലാം അവളെ വെറുക്കുവാനിടയായി. When she lost everything, her friends and relatives and parents, they left her and forsake her. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. If we have everything in with us, the people used to love us. എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ If ഉപേക്ഷിക്കുവാനിടയായി. we lose everything, they used to forsake us. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. It is written like this. രക്തസ്രാവമായതുകൊണ്ട്, It is because of the issue of blood. ലോകം വെറുക്കുന്ന ഒരു മാരക രോഗമായതുകൊണ്ട്, It's a kind of disease that the world hates. അവളെ പുറത്ത് കാണാൻ അനുവാദമില്ല. And there was no chance for her to be come out of the house. പുറത്താരെങ്കിലും കണ്ടാൽ അവളെ കല്ലെറിഞ്ഞ് If കൊന്നുകളയും. somebody sees her outside, they will stone her to death. എന്റെ ചിന്ത ഇങ്ങനെയാ. So my thought is like this. അവള് ചിന്തിച്ചു കഴിഞ്ഞ് എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? She might have thought like this. Why should I live? അനുഭവിക്കേണ്ട മുതലെല്ലാം പോയി. Everything she has lost. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. There is nobody to love her. ഇനി മരിച്ചു കളഞ്ഞാൽ എന്താ? It is better to live, die now. അതൊക്കെ ചിന്തിച്ചവളിരിക്കുകയാ. As she was thinking all these things, ആ സമയമാണ് യേശുവിനെ കുറിച്ച് അവൾ കേൾക്കാനിടയായി. at that same moment she heard about Jesus. അപ്പോൾ അവിടെ ഹൃദയത്തിൽ ചിന്ത, യേശുവിനെ ഒന്ന് കണ്ടിട്ട് പോയി മരിക്കാം. So she might have thought like this, let me see Jesus first and then die. ആ യേശുവിനെ കാണുവാൻ വേണ്ടി അവൾ ചുവട് മുമ്പോട്ട് വെക്കുമ്പോൾ തന്നെ അവിടെ അകത്തളത്തിൽ ഭയം, നാട്ടുകാർ കണ്ടാൽ എന്നെ കല്ലെറിഞ്ഞു കൊന്നുകളയും. As she was stepping out to see Jesus, the fear gripped her heart, whether the people around her see her and stone her to death. തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, The scripture says like this. ക്രിസ്തുവിന്റെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താകുന്നു. The fullness of the love cast out fear from our hearts. യേശുവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അകത്തളത്തിൽ അലയടിച്ചിരുന്ന ഭയം നോക്കി അവളെ When വിട്ടുമാറുവാനിടയായി. she began to think about Jesus more, all fears of her are taken away. അവിടെ അകത്തളത്തിലെ ഭയം വിട്ടുമാറിയപ്പോൾ അവൾ ഓടുകയാ, യേശു നിൽക്കുന്ന സ്ഥലത്തേക്കാൾ ഓടുകയാ. As she was getting out of the fear, she come to the feet of Jesus. അവിടെ ഹൃദയത്തിലെ ചിന്ത, എനിക്ക് യേശുവിന്റെ അടുത്ത് ചെല്ലണം, എന്റെ ഹൃദയത്തിലെ ഭാരം മൊത്തം യേശുവിനോട് തുറന്നു She പറയാം. was thinking like this, I need to come to Jesus and then to open up my mind to Jesus. ഒത്തിരി പ്രതീക്ഷയും ഒത്തിരി കണക്കൂട്ടലോടാണ് അവൾ മുന്നോട്ട് With പോയത്. great calculation and expectation that she came to Jesus. അവൾ മുന്നോട്ട് ചെന്നപ്പോഴും അവിടെ മുമ്പിൽ തടസ്സങ്ങളാണ്. Even then when she come to Jesus, there was obstacles. തടസ്സം കണ്ടിട്ട് അവൾ പുറകോട്ട് മാറിയില്ല. She never gone behind. അവൾ തടസ്സം കണ്ടിട്ട് അവൾ കാലുകൾ മുന്നോട്ട് വെക്കാൻ തുടങ്ങി. She put her steps to the front even by seeing these obstacles. അവൾ ചുവട് മുമ്പോട്ട് വെച്ചപ്പോൾ യേശുദേവൻ അവിടെ തടസ്സങ്ങൾ മാറ്റുവാനിടയായി. When she stepped out into the front,
Jesus took away the ഈ obstacles. ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിത, As you hear this voice today, നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് you accept Jesus as your personal savior. നീ മുന്നോട്ട് ചുവടുവെക്കാൻ തയ്യാറെങ്കിൽ As you step out by believing in Jesus, യേശു നിന്റെ മുമ്പിലുള്ള സകല തടസ്സങ്ങളെയും മാറ്റുവാൻ യേശു മതിയായ ദൈവമാണ്. He is more than enough to take away all the problems and the obstacles from your path. കണ്ടോ, അവൾ മുന്നോട്ട് കാല് വെക്കുകയാണ്. As she was coming out, ഭയം അവളെ വിട്ടുമാറി. fear has left her. അവളുടെ അകത്തുള്ള ചിന്ത, എനിക്ക് യേശുവിനെ അടുക്ക ചെല്ലണം, And the only desire of her heart is to come near to Jesus അടുത്ത് ചെന്ന് അവനെ തൊടണം. and to touch Jesus, to go near him. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ ബന്ധപ്പെട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കിൽ തൊടുവാനിടയായി. It is written that with all kinds of struggle, he touched the hem of his garment. അവൾ തൊട്ടത് ഉടൻ തന്നെ നോക്കേ, അവളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ വെളിപ്പെടുകയാണ്. The very same moment that she touched the hem of his garment, the miracle began to happen in her life. അവളുടെ ശരീരത്തിൽ എന്തോ ഭാരം ഒഴിഞ്ഞു മാറിയതായി നമുക്ക് തോന്നി. She understood that the burden has lifted up. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അടുത്തൊരു ശബ്ദം അവിടെ കാതിൽ കേൾക്കുകയാണ്. And she heard a voice in his ears. എന്നെ തൊട്ടതാര്? Who touched me? എന്നെ തൊട്ടതാര്? Who touched me? പെട്ടെന്ന് അവളുടെ അകത്തളത്തിൽ ഭീതിയായി. Suddenly he got up fear. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ She did കഴിയുന്നില്ല. not understand the next moment what's going to happen. തൊട്ടവളെ കാണുവാൻ യേശു തിരിയുവാനിടയായി. And Jesus turned to see the one who touched him. അവൾ ഭയന്ന് വിറച്ച് അവന്റെ കാൽക്കൽ വീഴുവാനിടയായി. Trembled and fall before Jesus' feet of Jesus. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, It is written like this. യേശു അവളെ വിളിക്കുകയാണ്. Jesus called her, മകളെ, "Oh daughter, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. your faith has saved you." വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും മകളെ എന്ന് വിളിച്ചിട്ടില്ല. And never she called such kind of a calling from her parents, relatives or friends. യേശു പറയുക, മകളെ നിന്റെ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. But Jesus said, "You go and be at peace and be escaped and delivered out of this thing." പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിലെ സ്വസ്ഥതയെ കെടുത്തിയ, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട നന്മകളെ നഷ്ടപ്പെടുത്തിയ ഈ ബാധയായിരുന്നു. And dear ones, her joy, her all kinds of resources were lost because of this kind of an effect of the demonic possession. യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവളെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ബാധ യേശുദേവൻ ഒഴിച്ചു മാറ്റുവാനായി. As she came to Jesus, as she touched the hem of the garment, everything that disturbed her life has taken away. യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. There is nothing else in this world which cannot be performed by Jesus. യേശു അത്ഭുത മന്ത്രിയാണ്. And he will do the miracle things in your life. തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാ, The scripture says like this. മരിച്ച കുഞ്ഞിനെ യേശു എഴുന്നേൽപ്പിക്കാനിടയായി. He raised the person who is dead. നോക്കേ, പള്ളിപ്രമാണിയുടെ മകളുടെ വീട്ടിലേക്ക് യേശു ചെല്ലുകയാണ്. There we see a person who is coming to Jairus' family. അപ്പോൾ അവിടെ കാതിൽ, യേശുവിന്റെ കാതിൽ കേൾക്കുന്നു, ബാല മരിച്ചുപോയി, ഇനി ഗുരുവിനെ And the അസഹ്യപ്പെടുത്തരുത്. people used to say that this girl is already dead. You should not disturb your master. അപ്പോൾ യേശു പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാ, And there is a verse that Jesus says, യാരോസേ, നീ ഭയപ്പെടേണ്ട. Jairus, you do not be afraid. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. There is no reason to be afraid. അവൾ യേശു നോക്കേ, യാരോസിന്റെ വീട്ടിലേക്ക് പോകുകയാ. And Jesus was on the way to the house of Jairus. 12 ശിഷ്യന്മാർ അപ്പോൾ കൂടെയുണ്ട്. The 12 disciples were with him. 3 പേരെ പ്രത്യേകം യേശു തെരഞ്ഞെടുക്കാനിടയായി. And 3 people he chose separately. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് 3 പേരെ തെരഞ്ഞെടുത്തു. Peter, James and John was especially with Jesus. വാക്കുകളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ പുറത്തു നിൽക്ക്. And to the rest of the people he said, you get out outside the house. തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ബാല കിടക്കുന്ന സ്ഥലത്തേക്ക് യേശു നടന്നെടുക്കുകയാണ്. With the chosen disciple, Jesus was coming near to the place where she was laid down. എന്റെ ചിന്ത ഇങ്ങനെയാണ്, And this is what I think. യേശു മുമ്പേ പോകുന്നു, Jesus is going in front. പത്രോസ് അതിന്റെ പുറകെ Then പോകുന്നു, next to Peter. അതിന് പുറകെ യോഹന്നാൻ പോകുന്നു, Next to him is John. അതിന്റെ പുറകെ യാക്കോബ് പോകുകയാണ്. And behind him was Jacob. അവർ 3 പേരുടെയും ഹൃദയത്തിലെ ചിന്ത, There was a thing in their mind. പുറത്തെ ആൾക്കാർ നിൽപ്പുണ്ട്. There are people standing outside. കാര്യം അകത്തിരുന്ന വല്ല പുള്ളികളും പുറത്തു നിൽക്കുക. And the people, those who were sitting, they were now outside the house. യേശു അകത്ത് കയറിയപ്പോൾ അകത്തുള്ള ചിലത് പുറത്തിറങ്ങാനിടയായി. When Jesus come inside, there was something
which was inside went outside the house. നോക്ക്, യേശു വീട്ടിനകത്ത് കയറിയാൽ അകത്തുള്ളത് പുറത്തു വരികയാണ്. If Jesus comes inside, there is something that is in the house will go outside. യേശു ഒരു വ്യക്തിയുടെ അകത്ത് കയറിയാൽ അകത്തുള്ളതെല്ലാം പുറത്തു If ചാടുകയാണ്. Jesus comes inside of a person, there's something inside their home and hurt will go outside. നോക്കെ, പള്ളിപ്രമാണി ഐറോസിന്റെ വീട്ടിനകത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് പുറത്തിറങ്ങിയത്. The people, those who are the important ones in their family, they went outside now. പുറത്തിറങ്ങിയതല്ല, അവരെ പുറത്തിറക്കിയതാ. They are not coming outside. Jesus pushed them out of the house. പുറത്തിറങ്ങിയവര് പറയുന്നൊരു വാക്കുണ്ട്. And the people, those who are outside, they were saying like this: നിങ്ങൾ അകത്ത് കയറിയിട്ട് ഇനി പുറത്തു വാ. You go inside and then come outside. പുറത്തു വന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർ തയ്യാറോട് നിൽക്കുകയാണ്. So they were waiting for the people to handle them. ആ സമയം നോക്കി പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിക്കാനിടയായി. And in these times the people agree in their heart, Peter, James and John. ബാല കിടക്കുന്ന സ്ഥലത്തേക്ക് യേശു നടന്നെടുക്കുകയാണ്. So he was coming to the place where this girl was laying down. ആ യേശുവിന്റെ കൂടെ ശിഷ്യന്മാരും അടുത്ത് നടക്കുകയാണ്. And even the disciples also went with him. അവിടെ എഴുതിയിരിക്കുന്നു, അങ്ങോട്ട് ചെന്നു ബാലയുടെ കൈക്ക് പിടിച്ചു, ബാലേ നീ എഴുന്നേൽക്കുക. And that he hold the hands of this girl and he said, you come up. സൃഷ്ടിതാവിന്റെ ശബ്ദം സൃഷ്ടിയുടെ അത് ശരീരത്തെ പാഞ്ഞപ്പോൾ തന്നെ അത് സൃഷ്ടി എഴുന്നേൽക്കുവാനിടയായി. When the creature heard the voice of the creator and the creature came up to life. സൃഷ്ടിതാവിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ സൃഷ്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നതല്ല. The voice of the creator will move the life of the creation. അതുപോലെ തന്നെയാ യോഹന്നാന്റെ സുവിശേഷത്തിലും കാണുന്നത്. And this is the same way that we see in the Gospel of John. ലാസർ മരിച്ചു 4 ദിവസമായി. Lazarus was dead and it was 4 days now. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരെല്ലാം പറഞ്ഞു, ഇനി ലാസർ ഈ ജന്മത്ത് അവനെ കാണാൻ പറ്റത്തില്ല. The friends, the relatives and the parents said, we cannot see him anymore. യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചിന്താഗതിയുണ്ട്. There was a thinking among the Jewish people. മനുഷ്യൻ മരിച്ച് 3 ദിവസം വരെ അവന്റെ ആത്മാവ് കല്ലറയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്ന്. The spirit and the soul of a man will roam around the tomb for 3 days. അതിന് വചനത്തിൽ യാതൊരു തെളിവൊന്നും കാണുന്നില്ല. And after these things it will depart. അത് യഹൂദന്മാരുടെ അകത്തളത്തിലുള്ള ഒരു ചിന്താഗതിയാണ്. That was a thought pattern in their lives. നമുക്ക് യേശുവിന് ആ ചിന്താഗതി അറിയാം. But Jesus knows such kind of a thinking. ആ ചിന്താഗതി അറിയാവുന്നത് കൊണ്ടാണ് 3-ാം ദിവസം യേശു ചെല്ലാത്തത്. Since he know this kind of a thinking, that Jesus never entered to the house in the 3rd day. യഹൂദന്മാരുടെ അകത്തളത്തിലുള്ള ചിന്താഗതി ഇടിയണം. So what their thought was, it is to destroy. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ദൈവീയ ചില പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അകത്തുള്ള ചില ചിന്താഗതികൾ കണക്കൂട്ടൽ ഇടിഞ്ഞാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് If വരൂ. we want to see some miracles in our lives, there are some things, dispositions in our heart to be destroyed. നോക്കേ, 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ആകുന്ന കണക്കൂട്ടലെല്ലാം പൊളിഞ്ഞു പോയി. So after the 3 days, all their thinking and disposition are destroyed now. 4-ാം ദിവസം നോക്കി യേശു ചെല്ലുകയാണ്. And on the 4th day, Jesus was coming. അപ്പോഴാണ് സഹോദരി പറയുന്നു, ഗുരു ഇപ്പോൾ 4 ദിവസമായി നാറ്റം വെച്ചു. And that time the sister said, the Lord, it is 4th day, now it is already over and it is coming the foul smell. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണു മുമ്പിൽ കണ്ടൊരു കാഴ്ച എൻ്റെ ചിന്തയിലേക്ക് ഓടി വരികയാണ്. When I was sleeping, the thing I was seeing in my before, I just coming to share now. ഞാൻ പ്രായമുള്ള ഒരു പിതാവിന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥിക്കുവാനായി ഒരു പ്രായമുള്ള പിതാവിന്റെ അടുക്കലേക്ക് പോയി. I was going near to a person, an elderly person, to pray for him. ഞങ്ങൾ 4-5 പേരെയുണ്ട്. There were around 4 or 5 people. എൻ്റെ കൂടെ വന്ന ദൈവദാസന്മാരെല്ലാവരും ആ പിതാവിന്റെ അടുക്കലേക്ക് കയറി. And the people, those who came with me, they entered near to the ഞാനും place. കൂടെ കയറി. I also went with him. അകത്തോട്ട് കയറിയതല്ല, പെട്ടെന്ന് ഞാൻ ചാടി പുറത്തിറങ്ങി. When I just entered and I just got out of the house. എന്താണ് അറിയാമോ, ഭയങ്കര ദുർഗന്ധമാണ്. Because it was a foul smell. എലിയെത്താലും പട്ടിയെത്താലും പൂച്ചയെത്താലും വാടയ്ക്ക് പരിമിതിയുണ്ട്. മനുഷ്യന്റെ ശരീരം പഴുത്തു നാറാൻ തുടങ്ങിയ ആ വാടയ്ക്കോ ഭയങ്കര പരിമിതിയില്ല. If any animal, cat or a dog, it dies, there is a foul smell. But if a human body is getting decayed, it is of a greater intensity. ഓക്കേ, ആ പിതാവ് ഒറ്റയായി റൂമിനകത്ത് കിടക്കുക. So here this person was dying and it is almost days over now. മക്കൾക്കോ ഭാര്യയ്ക്കോ ആ പിതാവിനെ കാണണമെന്നോ ആ പിതാവിന്റെ അടുക്കൽ ചെല്ലണമെന്നോ ഒരു കുശലം പറയണമെന്നോ ആഗ്രഹം. Nobody in the house, the father, the husband or the wife, nobody has interested to take note of this father. എന്തൊരു വാടാ. It is already over. It is foul smell. ഞാൻ പുറത്തു നിൽക്കാനിടയായി. And I stand outside. എങ്കിലും പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കയറി ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. But we used to get up inside the house and we used to pray for him. അങ്ങനെയെങ്കിൽ ഈ സഹോദരി നോക്കേ പറയുക, ഗുരു മരിച്ചു ലാസർ 4 ദിവസമായി. And now the sisters are saying it is already 4 days and it is over.
മനുഷ്യന്റെ സ്നേഹത്തിനെല്ലാം പരിമിതികളുണ്ട്. There is a limitation for human love. ഭാര്യയുടെ സ്നേഹത്തിന് പരിമിതിയുണ്ട്. A limit for the love of wife. ഭർത്താവിന്റെ സ്നേഹത്തിന് പരിമിതിയുണ്ട്. A limit for the love of husband. കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിന് പരിമിതിയുണ്ട്. The limit for a love of children. അതുകൊണ്ടല്ലേ പ്രായം ചെന്നാൽ കുഞ്ഞുങ്ങൾ നോക്കുക, മാതാപിതാക്കൾ പ്രായം ചെന്നാൽ കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരെ നോക്കുവാൻ തക്കവണ്ണമുള്ള അതിന്റെ സങ്കേത നരകത്തിൽ കൊണ്ടാക്കുകയാണ്. That is why now the children were taking their parents, the elderly parents, to the nearby places where they will be taken care of. അത് ആ പ്രായമുള്ളവരെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് അത് പ്രായമുള്ളവരിന്ന് കരയുകയാണ്. And now the parents were crying in such places. എന്റെ മക്കളെ കാണാനില്ല. They cannot see their children. ഞാൻ കഷ്ടപ്പെട്ടാണ് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയത്. They suffered alone and struggled alone. ഞാൻ വളരെ പ്രതീക്ഷയോടാണ് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയത്. They raised them up with a great expectation. ഇപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ എന്നെ കാണുന്നില്ല. Now the children are not at all taken. എന്റെ കുഞ്ഞുങ്ങൾ എന്നെ ഇപ്പോൾ നോക്കുന്നില്ല. They are not looking into us. ഓക്കേ, മനുഷ്യന്റെ സ്നേഹത്തിന്റെ ബന്ധം നോക്കിയേ. And this is not the greatness of the love of human beings. മനുഷ്യന്റെ സ്നേഹത്തിന് ഇത്രയൊക്കെ പരിമിതികളാണ്. There is always a limitation for it. യേശുവിന്റെ സ്നേഹത്തിന് പരിമിതിയില്ല. But there is no limit for the love of Jesus. മനുഷ്യന്റെ സ്നേഹം കല്ലറ കൊണ്ട് തീരുമ്പോൾ human love always ends with the tomb. യേശുവിന്റെ സ്നേഹം കല്ലറയെ ഭേദിച്ചിറങ്ങി വരുന്നതാണ്. But the love of Jesus is always breaking the tomb and extend to us. അതുകൊണ്ടല്ലേ ലാസറിന്റെ കല്ലറ അരികിലേക്ക് യേശു ചെല്ലുവാനിടയായത്. That is why Jesus came near to the tomb of Lazarus. യേശു വിളിച്ചു പറയുക, ആ വെച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റി. Jesus said, you remove that stone. കല്ല് അവർ ഉരുട്ടി മാറ്റുവാനിടയായി. And they have taken the stone out of that place. കല്ല് ഉരുട്ടി മാറ്റി കഴിഞ്ഞ ശേഷം as they were taking out the stone, യേശു മുകളിലേക്ക് നോക്കി. and Jesus looked up. പ്രാർത്ഥിക്കാനിടയായി. He began to pray. അടുത്ത വാക്ക്, the next word, ലാസറേ നീ പുറത്തു വാ. Lazarus, you come out. നീ പുറത്തു വന്നേ മതിയാകൂ. You come out. നീ അകത്തിരിക്കേണ്ടവനല്ല. You are not person supposed to be inside. യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ ലാസർ പുറത്തു വരുവാനിടയായി. He heard the voice of Jesus, he came out. പിശാച് ഇതുപോലെയാ പലതിനെ ആ കത്തളത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. This is the way the devil used to restrict the people inside. പാപത്തിൽ ഒതുക്കി വെച്ചിരിക്കുക. Restrict them in sin. രോഗത്തിൽ ഒതുക്കി വെച്ചിരിക്കുക. Restrict and limit them in യേശുവിനെ sickness. ഹൃദയത്തിൽ ഇടം കൊടുക്കുമോ? And do you accept Jesus as you are? യേശുവിനെ വാഗോട്ട് ഏറ്റുപറയാൻ തയ്യാറാകുമോ? Whether you will be confessing Jesus as Lord. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ. The Gospel of John chapter 1:12 word says, അവനെ കൈക്കൊണ്ട് if you accept him, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് believe in on those him, ദൈവ പൈതലാകാൻ അനുവാദം കൊടുക്കുന്നു. he has given authority to become the children of God. അപ്പോൾ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, If you are ready to accept Jesus, യേശുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ, you are ready to give space in your നിന്നെ heart, അകത്തുനിന്ന് പുറത്തെടുക്കുവാൻ യേശു മതിയായവനാണ്. and he will take you away from inside to the outside. അതുകൊണ്ടല്ലേ കാട്ടത്തി മരത്തിന്റെ മുകളിൽ ഒരുത്തിനിരിക്കുകയാ. That is why a person is sitting on a sycamore tree, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം യേശുവിനെ ഇരിക്കുന്നത് കാണണം. and he has only one desire to see Jesus. അവൻ സമൂഹത്തിൽ മാന്യനാണ് ആള്. And he is a very person respected in the അവന്റെ community. പേര് സഖായി എന്നാണ്. And his name is Zacchaeus. അവന്റെ തൊഴിലെഴുതിയിരിക്കുന്നു ചുങ്കം പിരിക്കുന്നതാണ്. And his job was tax collector. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ In those times, ആരെങ്കിലും യേശുവിന്റെ അടുക്കൽ പോയാൽ if a person go near to Jesus, സമൂഹം വെറുക്കും, വീട്ടുകാർ വെറുക്കും, നാട്ടുകാർ വെറുക്കും, എല്ലാവരും വെറുക്കും, ഒറ്റപ്പെടുത്തും. the people around the community, they will definitely hate them. അങ്ങൊരു കാലഘട്ടം. That was a kind of time. ഇന്നുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. And now also that kind of an experience. അപ്പൊ എല്ലാം സഖായിക്ക് അറിയാം. And that all these things known to Zacchaeus. യേശുവിനെ കുറിച്ച് സഖായി അറിഞ്ഞു. Jesus Zacchaeus know about Jesus. അന്ധന് കാഴ്ച കൊടുക്കുന്നു. He knew that he is giving sight to the blind, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. healing the leprous. ഭൂതം ബാധിക്കപ്പെട്ടവന്റെ ഭൂതം ഇറക്കി വിടുന്നു. Even the demons are delivered. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേട്ടപ്പോൾ As he heard all this kind of a news, അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഈ മനുഷ്യനെ കണ്ടാക്കൊള്ളാം. so there is a desire in his heart to know about Jesus and see Jesus, യേശുവിനെ ഒന്ന് കണ്ടാക്കൊള്ളാം. to see him. ആ കാലഘട്ടങ്ങളിൽ യേശുവിനെ കാണുവാനോ യേശു നിൽക്കുന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും പോയാൽ അവനെ സമൂഹം വെറുക്കും, ഒറ്റപ്പെടുത്തും. In those times a person want to see Jesus or go knowing near him, and they will segregate him from the community. സമൂഹത്തിൽ ഈ മനുഷ്യൻ മാന്യനായതുകൊണ്ട്, And since he was a person respected in the community, കണ്ടോ എവന്റെ ഹൃദയത്തിന്റെ ചിന്ത, എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ കണ്ടത് വേറെ ആരും അറിയരുത്. so his desire is that I need to see Jesus and nobody should know that I have seen Jesus. അവൻ നോക്കി, എന്റെ ചിന്ത ദൂരെ നോക്കി നോക്കി നോക്കി. And as he was looking ahead of him, യേശുവിനെ കണ്ടില്ല. he did not see Jesus. യേശുവിനെ കാണാതിരുന്നപ്പോഴേ As he did not see Jesus, അവൻ നോക്കി യേശു ഏത് റൂട്ടിലോട്ടാ പോകുന്നത്. so he
he was watching to which route that Jesus was taking. റൂട്ട് മനസ്സിലാക്കിക്കൊണ്ട് യേശു പോകുന്ന ആ പാതയിൽ നോക്കി യേശുവിനേക്കാൾ മുമ്പേ നടക്കാൻ തുടങ്ങി. As he was knowing the route of Jesus, he began to walk ahead of him. അവൻ നടന്നു പോകുമ്പോൾ ഇലകളാൽ ചുറ്റപ്പെട്ട ഒരു വൃക്ഷം റോഡിന്റെ സൈഡിൽ കണ്ടു. As he was walking, he saw a great tree having full of leaves. ആ മരത്തിൽ അവൻ ബന്ധപ്പെട്ട് കയറി. And somehow he climbed upon the tree. ആ മരത്തിന്റെ ഒരു പ്രത്യേകത, ആരെങ്കിലും ആ മരത്തിൽ ഇരുന്നാൽ ആ മരത്തിലിരിക്കുന്ന ആളിനെ ആരും കാണത്തില്ല. The speciality of this tree that if a person sit on that tree, nobody will see him. അത്രയ്ക്കും ഇലകളാൽ ചുറ്റപ്പെട്ട അതാ ഒരു മരമാണ് ഈ മരം. It was full of leaves and surrounded by leaves. ആ മരത്തിൽ അവൻ ഇരിക്കുകയാണ്. So he was sitting down there. യേശുവും തന്റെ ശിഷ്യന്മാരും നടന്നു വന്നു. And Jesus and disciples came on that ആ way. മരത്തിന്റെ ചുവട്ടിൽ വന്ന് യേശു നിന്നു. As Jesus came near to the tree, he stopped. യേശു നിന്നിട്ട് And as Jesus was standing, അവൻ മുകളിലേക്ക് നോക്കുക. he looked up. അടുത്ത ശബ്ദമാ, And the next word is സക്കായി ഞെട്ടുന്ന ശബ്ദം. Saka. It was a voice that definitely put him in trouble. യേശു പറയാ, സക്കായിയെ നീ ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Jesus said, "You come down, Zacchaeus. I just want to live with you in your house." യേശുവിന്റെ ശബ്ദം കേട്ടപ്പോഴേ ആൾ ഞെട്ടിപ്പോയി. So when he heard the voice, trembled. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, It is written like this. അവൻ ബന്ധപ്പെട്ട് അവിടുന്ന് ഇറങ്ങി. He struggled and come down. സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. He accepted Jesus with great കണ്ടോ, joy. ഇറങ്ങാൻ അല്പം പാടാ. It's very difficult to come down. പാരമ്പര്യത്തിൽ നിന്ന് ഇറങ്ങാൻ പാടാ. Come down from traditions. കുടുംബ ശ്രേഷ്ഠത്തിൽ നിന്ന് ഇറങ്ങാൻ പാടാ. Come from nobility of families. ഉയർന്ന പദവിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ Come പാടാ. down from status. ഇറങ്ങാൻ തയ്യാറെങ്കിൽ യേശു നിന്നെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. If you are ready to come down, he is ready to accept you. കുഞ്ഞിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമോ? If you want to have a solution for your നീ problems, ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാകണമോ? you want to have an escape from the നീ problems that you ഇരിക്കുന്ന face, പദവിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം. you come down from the level that you are. ഇറങ്ങാൻ അല്പം പാടാ. It's very difficult to come down. അവിടെ എഴുതിയിരിക്കുന്നു, ബന്ധപ്പെട്ടിറങ്ങി. It's written that he is great struggle he came down. സന്തോഷത്തോടെ അവരെ He കൈക്കൊണ്ടു. accepted Jesus with great joy. ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, As you hear this voice today, ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാങ്കിൽ, if you are ready to come down, തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ യേശു മതിയായവൻ. and Jesus is more than enough to reveal and deliver you. കൽദയുടെ ഊരിൽ പാർക്കുന്ന ഈ അബ്രഹാമിനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. Person who was living Abraham in the land of Chaldees. വിഗ്രഹത്തെ ഉണ്ടാക്കുകയും വിഗ്രഹത്തെ ഉണ്ടാക്കി വിൽക്കുന്ന അവനോട് ദൈവം സംസാരിക്കാൻ And തുടങ്ങി. the Lord began to speak to him, a person who is making and selling the idols. ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. And the Lord said, "You go to the land which I am going to show you." ദേശം താൻ കണ്ടില്ല. He did not see the place. എന്നാൽ ദൈവശബ്ദം അതാ തിരിച്ചറിഞ്ഞ് ആ ദൈവശബ്ദത്തിനു മുമ്പിൽ താൻ തല കുരിച്ചു. But he understood the voice of God and submitted താൻ himself. ജനിച്ച ജന്മദേശം വിടുവാനിടയായി. He left to the place of his birth. ചാർച്ചക്കാരെ വിടുവാനിടയായി. Left his relatives. യേശുവിന്റെ പുറകെ യാത്ര And he ചെയ്യുകയാണ്. was walking behind Jesus. വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. And he was walking to receive the promise. മുമ്പും പുറവും നോക്കാതെ യേശുവിനെ നോക്കി മുൻപോട്ട് ചുവടുവെക്കാൻ തയ്യാറാണോ? യേശുവിന്റെ പ്രവൃത്തി കണ്ണുമുമ്പിൽ വെളിപ്പെട്ട് If you വരുമെന്ന്. are ready to follow Jesus without looking to the back or the front, you will see the miracles of God. തിരുവെടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. If you see the word, it is written like this. അതായത് രാത്രിയുടെ 4 യാമത്തില് In the fourth watch of the night, ശിഷ്യന്മാർ കടലിൽ വലഞ്ഞിരിക്കുകയാണ്. the disciples were spreading their necks in അവരുടെ the sea. പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. They had lost all their hope. തട്ടു വലിച്ചു വലിച്ചു വലിച്ച് അവർ കുടഞ്ഞു. And they were really tired because of the controlling of the boat. രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷകളെല്ലാം പോയി. They lost all their hope that they will be saved. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ In those times, മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന യേശുവിന് and Jesus, who was praying on the mountaintop, കാര്യം മനസ്സിലായി. he understood the thing. തന്റെ ശിഷ്യന്മാർ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. His disciples were struggling. അവരുടെ പ്രതീക്ഷകളെ കണക്കൂട്ടലെല്ലാം പോയിരിക്കുകയാണ്. And they lost all their hope. അവരെ വിടുവിച്ചേ മതിയാകൂ. And I need to rescue them. വിടുവിക്കാൻ വേണ്ടി യേശു നോക്കി ഇറങ്ങി വരികയാണ്. Jesus was coming down to deliver them. കടലിന്റെ മേളിൽ കൂടെ നടന്നു He was വരികയാണ്. walking on the water. 4 യാമത്തെ നടന്നു On വരികയാണ്. the fourth watch of the night, യേശുവിന്റെ കൂടെ നടന്ന പത്രോസ്, Peter, who was walking with Jesus, അപ്പം വിളമ്പിയ പത്രോസ്, the person who was giving the food to the അത്ഭുതം people, കണ്ട പത്രോസ്, the one who saw the miracles. ഇപ്പം വിളിച്ചു പറയുക, Now Peter says, ഓ ഭൂതം വരുന്നു. now the devil, the demon is coming. ഭൂതം വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേ When he cried that the demon is coming, യേശു പറയുക, Jesus said,
ഭൂതമല്ല, It's not demons. ഭൂതത്തിന് അതാ മാംസമോ അസ്ഥിയോ ഇല്ല. And demons are no flesh and blood. ഇത് പറഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി. And now it is said, Peter understood. അതാ പത്രോസ് അടുത്ത പദം ഇങ്ങനെയാ പറയുന്നത്. The next word he says, ഗുരുവേ നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരട്ടെ? Lord, let me come to your place where you are. യേശു പറയുക, അങ്ങനെയെങ്കിൽ നീ മുന്നോട്ട് വാ. Jesus said, you come. അതാ പത്രോസ് മുമ്പും പുറവും നോക്കാതെ He never looked behind or back. ചുവട് ആയിരിക്കുന്ന തോണിയിൽ നിന്ന് വെള്ളത്തിലേക്ക് He ചവിട്ടാനിടയായി. was coming out, stepping out of the boat. ആദ്യത്തെ ചുവട് വെച്ചു, The next step he put, താന്നില്ല. he did not sink. രണ്ടാമത്തെ ചുവട് വെച്ചു, The second step he has taken, താന്നില്ല. he never sank. മൂന്നാമത്തെ ചുവട് വെക്കുകയും The third step he has taken, യേശു എന്നുള്ള ദൃഷ്ടി he മാറാനിടയായി. has taken our eyesight from Jesus. ചുറ്റും അതാ തിരകൾ ഇളകി മറിയുകയാണ്. And all around it was അവിടേക്ക് worse. ദൃഷ്ടി മാറി. And his whole sight was taken away. യേശുവിനെ നോക്കി ഇറങ്ങിയ ആളാണെന്ന് ഓർത്തോണം. It is a person who was looking unto Jesus and stepped down. യേശുവിൽ ദൃഷ്ടി മാറിയപ്പോൾ When he has taken her eyes from Jesus, താൻ ആഴങ്ങളിലേക്ക് താഴാൻ തുടങ്ങി. he began to sink into the water. അവൻ നിലവിളിക്കാൻ He തുടങ്ങി. began to cry out. യേശുവാണ് വിളിച്ചിറക്കിയത് കൊണ്ട് If Jesus has taken out of you the ball, യേശുവനെ കൈവിട്ടില്ല. he never left him. യേശുവാണോ നമ്മെ വിളിച്ചിറക്കിയത്? Jesus has called you. പ്രതികൂലങ്ങളൊക്കെ ഏറ്റുമുട്ടും. Sometimes there will be storms around you. പ്രതികൂലത്തിനു മുമ്പിൽ യേശു നമ്മെ കൈമലർത്തുന്നു. Even in the midst of those storms, he will deliver you. ഞാൻ ഇത് പറയുമ്പോൾ When I say this, എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ അനുഭവമുണ്ട്. I had several experiences in my life. ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നപ്പോൾ When I came to my house എന്റെ one day, കൊച്ചു കുഞ്ഞ്, എന്റെ മോള് വെറും കൊച്ചു കുഞ്ഞാണ്. my daughter was very little one. ഞാൻ നോക്കുമ്പോൾ അത് പൊടിയിട്ട് കഞ്ഞി വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. And she was eating this kanji out of that plate. ഞാൻ എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാം. And I said, shall we pray now? ഞാൻ പാവിരിച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് We മുട്ടുമടങ്ങി. spread the mat, I began to pray. ഞാൻ നോക്കി നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് പെട്ടെന്ന് ആ പാത്രം വെച്ചിട്ട് എന്റെ അടുക്കലേക്ക് ഓടി വന്നു. And as I was praying, she was coming running to me. ഞങ്ങൾ രണ്ടുപേരുടെയും കൈ പിടിച്ചു മാറ്റാനിടയായി. And she began to separate our hands. എന്റെ കൈക്ക് മോള് പിടിച്ചു, And she held my hands. എന്റെ ഭാര്യയുടെ കൈക്ക് മോള് പിടിച്ചു. And to hold the hand of my wife. അതാ ഞങ്ങൾ മൂന്ന് പേരോട് പ്രാർത്ഥിക്കാൻ And we തുടങ്ങി. began to pray together. എന്റെ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി ഞങ്ങൾ രണ്ടുപേരുടെയും കൈ പിടിക്കുന്ന രംഗം കണ്ടപ്പോൾ ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. And as I began to see this sin, I began to cry aloud. കാര്യം ആ സമയം ഒരു നേരം കഴിക്കുവാൻ ആഹാരം പോലും ഇല്ലാത്ത അന്തരീക്ഷമാണ്. Because that was the time that we didn't have anything in our hearts. എന്നാൽ കരച്ച സ്വർഗം കണ്ടു. But that cry heard the heavens. അന്നു മുതൽ ദൈവം ഓരോ വഴികൾ ദൈവം തുറന്നു From തരാനിടയായി. that day on, which the Lord began to draw several ways. യേശു അത്ഭുത മന്ത്രിയാ. Jesus is the one who is doing miracles. യേശുവിനെ കൊണ്ട് കഴിയാത്തൊരു കാര്യവുമില്ല. There is nothing else in this world that he cannot do. Perform. യേശു അത്ഭുത പ്രവർത്തി ദൈവമാണ്. He will do the miracles. യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. There is nothing that he cannot perform. സ്തോത്രം. ഞാൻ ഒരു ദിവസം അതാ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. As I began to kneel down and pray one day, എനിക്കൊരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് കടന്നു പോകണം. I need to go for a ministry in particular place. എന്റെ കൈ വണ്ടിക്കൂലിയില്ല. I have nothing, no money in my hand. ഒരു കൊച്ചു കുഞ്ഞിനോട് ദൈവം ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങി. The Lord began to speak to a little child. ആ അമ്മയുടെ അടുക്കൽ ആ കുഞ്ഞിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. This child was playing with her mother. ആ കുഞ്ഞ് മാതാവിന്റെ അടുക്കൽ പറയുക, അങ്കിളിന് പോകുവാൻ വണ്ടിക്കൂലിയില്ല. This little child is began to speak to her mother. This uncle has no money to travel. ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ളൂ ബിലയാമന്റെ കഴുത സംസാരിച്ചതായി. It is only in the Bible that I read the donkey of Bileam has spoken. ബിലയാമന്റെ കഴുത സംസാരിച്ചതുപോലെ ആ കൊച്ചു കുഞ്ഞിന്റെ ആദരത്തോട് കൂടിയിരുന്ന് ദൈവം സംസാരിക്കാൻ As തുടങ്ങി. the donkey began to speak, the Lord was with the mouth of this little child and began to speak. ആ മാതാവ് ഓടി എന്റെ അടുക്കൽ വരികയാണ്. This daughter came running to me. ജെറോമേ, നിനക്ക് വണ്ടിക്കൂലിക്ക് കാശില്ലേ? And his mother said, do you have no money with you? അപ്പോൾ തന്നെ സ്വന്തം എനിക്ക് പൈസ തരുവാനിടയായി. And the Lord has opened a miraculous way now. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരണം. Some days after this, I was coming back to my house. പെട്ടെന്ന് ചിന്ത ചെറുപ്പക്കാരടുക്കൽ അത് പൈസ ചോദിച്ചാലും തന്റെ കയ്യിൽ 5 പൈസ ഇല്ല. And even though I don't have any money with my hand, പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ചിന്ത, യേശു അത്ഭുത മന്ത്രിയാണ്. and Bible says he is the one who doing great miracles. ആരോടും വാതുറന്ന് ചോദിക്കണ്ട. You need to never ask any person, നമ്മുടെ ഈ ആവശ്യങ്ങൾ യേശുവിനോട് പറയാം. because he knows every our needs. ഓരോ ചുവട് വെക്കുമ്പോൾ ഞാൻ പറയാൻ തുടങ്ങി, യേശു അത്ഭുത മന്ത്രിയാണ്. And when I take every step, the Lord said the Lord is doing miracles. യേശു അത്ഭുതം ചെയ്യും. He will do the miracles. അവൻ മരിച്ചിട്ട് കല്ലറയിൽ വിശ്രമിക്കുന്ന ദൈവമല്ല. He is not the one trusting in the tomb. കല്ലറയെ ഭേദിച്ച്
ഭേദിച്ച് പുറത്തു വന്ന He ദൈവമാണ്. has come out of the tomb. കല്ലറേ ഭേദിച്ച് പുറത്തു വന്ന ദൈവം അവർ ഇന്നും അത്ഭുതം ചെയ്യാൻ And മതിയായ the one who came out of the tomb, he is ready to do the miracles even today. ഞാനിതൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് വരികയാണ്. And I was walking with saying all these things. എന്നാൽ എന്റെ പ്രതീക്ഷകളെല്ലാം സ്വത്രം അത് തകരുന്നത് പോലെ എനിക്ക് തോന്നി. But it seems that I am getting out of my hope. എന്റെ അകത്തളത്തിൽ പിശാച് മന്ത്രിക്കാൻ തുടങ്ങി. ഇന്ന് യാതൊന്നും കിട്ടത്തില്ല. And the devil began to speak to me that you will not get anything now. ഞാൻ അപ്പോൾ പറയാൻ തുടങ്ങി, യേശു അത്ഭുതം ചെയ്യും. But still I said to myself that he will do the miracle. യേശു എനിക്ക് വണ്ടിക്കൂലി തരും. And he will give the money for my travel. യേശു എന്നെ വണ്ടി കയറ്റും. And he will do the rest of the things. ഞാനിത് പറഞ്ഞു ഓരോ പദം പറഞ്ഞ് മുന്നോട്ട് നടന്നു വരുമ്പോൾ As I walking with all these things, ഒരു പ്രിയപ്പെട്ടവൻ വന്ന് എന്റെ അടുക്കൽ ജീപ്പ് കൊണ്ട് നിർത്തുവാനിടയായി. a person came near to me and stopped his jeep. ഈ അതിരാവിലെ ദൈവദാസൻ ഇവിടുന്ന് പോയിട്ട് വരികയാണ്. And he said, this servant of God is coming down today. ഞാൻ ആ സ്ഥലത്തേക്ക് ഇറക്കാം. എങ്ങോട്ട് പോകാനാണ്? ആ സ്ഥലത്തേക്ക് ഞാൻ ഇറക്കാം. And he said, you get into this jeep and I will drop you. സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറയാനിടയായി. And my eyes filled with tears. ആ വണ്ടിയിൽ എങ്ങനെ കയറി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. I don't know how I got up into that jeep. എന്റെ കണ്ണ് തൊടുമ്പോൾ എന്റെ അകത്തളത്തിൽ ചിന്ത, ഞാൻ കരയുന്ന രംഗം ഡ്രൈവർ കാണുന്നുണ്ടോ എന്നാ. So I was thinking whether the driver is seeing whether I am crying or not. എന്നാൽ ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്ത് വന്നപ്പോൾ ആ പ്രിയപ്പെട്ട വണ്ടി നിർത്തി. When I come to the place where I need to get out, she stopped his vehicle. ഞാൻ വണ്ടി ഇറങ്ങി. I come out of the vehicle. സ്തോത്രം പറഞ്ഞിട്ട് ഞാൻ പോകാൻ ഒരുങ്ങുമ്പോൾ As I began to say praise the Lord and travel back, ആ മനുഷ്യൻ പറയാ പോകരുത്. and he said should not go. ഞാൻ ആ മനുഷ്യനൊന്നും പറഞ്ഞില്ല. I never said to him anything. താൻ പോക്കറ്റിലെ കൈയിലിട്ടിട്ട് And he put his hands into the pocket. നല്ലൊരു എമൗണ്ട് അതാ സാമ്പത്തികം ആ മനുഷ്യൻ എനിക്ക് തരുവാനിടയായി. And he gave me a good amount of money. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല. The one the Lord has prepared for us and never ഒരു seen കാത് by കേട്ടിട്ടില്ല. and nobody has heard it. ആരുടെ ഹൃദയത്തെ തോന്നിയിട്ടില്ല. Even nobody has thought about it. ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. And there are several experiences like this in എനിക്ക് my life. ഓർപ്പിക്കുവാനുള്ളത് യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. I have only one thing to say: there is nothing in this world which cannot be done by Jesus. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ As you pray unto Jesus, യേശു പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. He will hear your prayers. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന He ദൈവമാണ്. will make the things which are impossible to possible in your life. നമ്മുടെ മുമ്പിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയം The things that you are thinking impossible in your life, സർവശക്തന്റെ മുമ്പിൽ കൊണ്ടുചെല്ലണം. you take those things to the presence of the Almighty. അതുകൊണ്ടല്ലേ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നു, That's what in the book of Kings it is written like this. ഏലിയാവ് മുഴങ്കാൽ മടക്കി When Elijah prayed and knelt down, പ്രാർത്ഥിക്കുകയാണ്. and he is praying, ബാല്യക്കാരന്റെ അടുക്കൽ പറയാ, നീ കടലിൽ ചെന്ന് നോക്കുക. and he is speaking to his servant that you go and look unto the sea. കടലിൽ ചെന്ന് നോക്കിയിട്ട് തിരിച്ചു ബാല്യക്കാരൻ വന്ന് പറയുന്നൊരു പദമുണ്ട്. When the servant is coming up and he is saying a word like this, ഞാൻ ഒന്നും കാണുന്നില്ല. I am not seeing anything. ഞാൻ ഒന്നും കാണുന്നില്ല. I am not at all seeing anything. കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക ഏലിയാവ്. And as he was saying that there is nothing there, he began to pray aloud. 6 പ്രാവശ്യം ബാല്യക്കാരൻ പോയി നോക്കി. 6 times the servant went to that place. അത് പറയുന്നൊരു പദമുണ്ട്, ഒന്നും കാണുന്നില്ല. And he says, there is nothing I can see. അപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ ക്ഷീണിച്ചില്ല. The person who is praying, he never tired of. അവൻ പിടിച്ചു പ്രാർത്ഥിക്കുകയാണ്. And again he continued to pray. അപ്പൊ ചില വിഷയങ്ങൾക്ക് വിടുതൽ നൽകണമെങ്കിൽ പിടിച്ചു പ്രാർത്ഥിക്കണം. There are certain things that you need to pray earnestly so to have the answer. ഉഴപ്പി പ്രാർത്ഥിച്ചാൽ ഒക്കത്തില്ല. There are people those who pray without laziness. ഉറക്കം തൂക്കി പ്രാർത്ഥിച്ചാൽ You ഒക്കത്തില്ല. cannot pray with sleepiness. പിടിച്ചു പ്രാർത്ഥിക്കണം. You need to pray earnestly. ഏലിയാവ് പിടിച്ചു പ്രാർത്ഥിക്കുക. And Elijah prayed like this. അത് പിടിച്ചു പ്രാർത്ഥിക്കുക. Earnestly he prayed before the Lord. 7ാം പ്രാവശ്യം ബാലിക്കര പോയി നോക്കി. And the 7th time he went to that place. തിരിച്ചു വരുന്നത് And as he was coming back, 6 പ്രാവശ്യം വന്നതുപോലല്ല വന്നത്. it was 6th times word that he did not bring now. വളരെ സന്തോഷത്തോടെ വരുന്നത്. Great joy is coming. പറയുന്ന ഒരു പദം ഇങ്ങനെയാ, And he's saying like this. കൈപ്പത്തി പോലും മേഘം പൊങ്ങി. There is a handful of cloud lifting up. കണ്ടോ, പ്രാർത്ഥനയുടെ മറുപടി കണ്ടോ. This is the answer for the prayer. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കും ദൈവം. If you pray, God will work. പ്രാർത്ഥിച്ച രേഖകളെ തിരുത്തി എഴുതുന്ന ദൈവം. If you pray, he will change the documents. ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ കാണുന്നത് അങ്ങനെയാ. That's what in the book of Daniel it is written. 6ാം അധ്യായം വായിക്കുമ്പോൾ രേഖാവിരോധമെന്ന് അറിഞ്ഞിട്ടും ദാനിയേൽ അത് അക്കിളിവാതിൽ തുറന്നു, മുമ്പേ ചെയ്തു വന്നതുപോലെ തന്നെ താൻ ചെയ്യാൻ In the തുടങ്ങി. 6th chapter it is written that even though the handwriting is against him, he began to pray. നോക്കേ, പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തപ്പോൾ എതിരാളികൾ വന്ന് കണ്ടു. As he prayed and gave thanks, the enemies came. അവർ കണ്ടു. And
they saw. കണ്ടു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചിരുന്നവൻ അവൻ ബലപ്പെടാനിടയായി. As he was seeing these things, he got encouraged. അടുത്ത പടി നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. The next step is like this. പ്രാർത്ഥിച്ചവനെ ശൃംഖങ്ങളുടെ ഗുഹയിൽ എടുത്തിട്ടു. The person who was praying to the den of robbers. ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടാകത്തില്ല. Sometimes when you pray, there won't be any answer. അതെന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടാനാ. It is to reveal the great miracle of God for you. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ When he finished the prayer, നോക്ക്, അവനെ ശൃംഖക്കുഴിയിൽ എടുത്തിട്ടു. he is taken into the den of lions. അവിടെ എഴുതിയിരിക്കുന്ന ശൃംഖക്കുഴിയിൽ അവൻ വീഴുന്ന മുമ്പ് തന്നെ ദൈവത്തിന്റെ ദൂതനെ അയച്ചു സിംഹത്തിന്റെ വായ അടച്ചു It കളഞ്ഞു. is written that even before he fall into this den of lions, the Lord has sent his angel and shut the mouth of the lion. അന്ന് രാത്രി രാജാവിന് ഉറക്കം കൊടുത്തില്ല. The same night the king did not sleep. അതിരാവിലെ രാജാവ് വന്നിട്ട് The early morning the king came. ചോദിക്കേ, ഇടപെടാതെ ദൈവത്തെ സേവിച്ചു വന്ന ദാനിയേലേ, നീ സേവിച്ചു വന്ന ദൈവം നിന്നെ വിടുവിച്ചോ? He is asking a question like this. The Lord was able to deliver you out of the den of lions. അപ്പോൾ പറയുന്ന പദം ഇങ്ങനെയാ. And the Daniel says like this, രാജാവേ, നീ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. King, you have lived long. സിംഹം എനിക്കൊരു കേടും വരുത്തിയില്ല. The lions did not any harm to me. പ്രാർത്ഥിക്കുന്ന ദൈവം അതിനെ The person who are praying before the ചില Lord, വിഷയത്തിൽ ദൈവം നീക്കുമൊക്കെ തരത്തില്ല. sometimes for certain things you won't see any answer. അത് കണ്ടിട്ട് നമ്മൾ നിരാശപ്പെടരുത്. But you should not be discouraged. എന്തിനാണെന്നറിയാം? അതിൽ കൂടെ ദൈവം ഒരു മഹത്വം വെളിപ്പെടാനുണ്ട്. Because in the midst of this, the Lord will glory to you. അതിൽ കൂടെ ദൈവീയ പ്രവൃത്തി മറ്റുള്ളവരും അറിയാനുമുണ്ട്. The people need to know the great works of the Lord. കണ്ടോ, ദാനിയേൽ സിംഹക്കുഴിയിൽ വീണത് കൊണ്ട്, Since he was fallen to the den of lions, സിംഹം ഒരു കേടും വരുത്താതിരുന്നത് കൊണ്ട്, since this lion did not any harm to him, ദാനിയേലിന്റെ ദൈവം ഏതെന്ന് ആ ദേശത്ത് വെളിപ്പെടാനിടയായി. the whole land know who is the God of Daniel. പ്രാർത്ഥനയോട് മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവം. If you pray, God will work. അടുത്ത വാക്ക് വായിക്കുമ്പോഴാ ചൂട് വരുന്നത്. The next word says like this. ആരൊക്കെയാണോ ഈ കുരുക്കുകൾ കുരുക്കിയത്? The person who made all this plot, ദാനിയേലിനെ കരക്ക് കയറ്റി, and those people has taken this person out of this plot. പരിപാടി ഇണക്കിയവനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയരുത്. All who made the plot, they have thrown into the den. അവനെ മാത്രമല്ല, അവന്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, സകലത്തെ വലിച്ചങ്ങോട്ട് എറിയരുത്. Not only that, they themselves, their family, their children and wives, they all taken into the den of lions. പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ അതിന്റെ വിടുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിന്റെ എതിരാളിയുടെ അതാ ജീവിതം അധോഗതിയാ. As the Lord is giving answer for your prayers, the people those who are against him, their fate will not be very terrible. അടുത്ത വാക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. The next word says like this. ദാനിയേലിന്റെ ദൈവമല്ലാതെ വേറെ ദൈവത്തെ ആരും സേവിക്കരുത്. There is no God in this land except the God of Daniel. ദാരിയവേശ് അങ്ങനെ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. And King Darius made a decree like this. യേശുവിനെ പോലെ മറ്റൊരു ദൈവമില്ല. There is no other God like Jesus. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം. There is a God, if you pray and he will deliver you. ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടത്തില്ല. Certain things when you pray you may not get an answer. അതിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താനാണ്. Because the Lord has a purpose to reveal his work in and through it. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I am going to pray now. നീ രോഗിയാണോ? Are you sick? നിന്റെ ജീവിതം, കുടുംബജീവിതം തകർന്നതാണോ? Has your family relationship broken നീ down? പരീക്ഷ എഴുതി പരാജയപ്പെട്ട വ്യക്തിയാണോ? Are you a person who wrote the examination and failed? നീ പ്രതീക്ഷിക്കാത്ത അതാ നിന്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുന്ന അന്തരീക്ഷമാണോ? Do you think that you are in a hopeless condition? ഏത് വിഷയമാണെങ്കിലും Even in whatever the situation that you കരങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? you just give up your hands to the hand of Almighty. 2010 In 2010, ഇതുപോലൊരു കവലയിൽ ഞാൻ പരസ്യഗോത്ര I was preaching in an open street open air meeting. എന്നാൽ സുവിശേഷ വിരോധികൾ എന്നെ The മർദ്ദിക്കുവാനിടയായി. people those who were against the gospel, they came and persecuted me. എന്റെ കേൾവി നഷ്ടപ്പെട്ടു പോകുമെന്ന്. I thought I lost my ear capacity. ഇനി സംസാരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു. And even I thought even I could speak even this എന്റെ time. ഈ ചല്ലൽ പഠിക്കുവാനിടയായി. And the people used to slap on my tooth. കഥ നീരി കൊണ്ടു. And it was full of swelling. ഒരു വാക്ക് സംസാരിക്കാൻ കഴിയാത്ത അന്തരീക്ഷമായി. I could not speak even a word. ഞാൻ കരയാൻ തുടങ്ങി. And they began to laugh at me. എനിക്ക് വേണ്ടി ഒരു സ്വതന്ത്രം പറയാൻ പറ്റുന്നില്ല. I cannot say a word of praise. എനിക്ക് ശരീരം അനക്കി ആരാധിക്കാൻ കഴിയുന്നില്ല. I cannot worship the Lord. എന്നാൽ ഒരു ദിവസം ഇതുപോലൊരു വലിയ ആത്മീയ ആരാധന നടക്കുകയാണ്. But there was a spiritual meeting of ആരാധന worship. വെളിപ്പെട്ടപ്പോൾ എന്റെ കൈകാലുകൾ ചലിക്കാൻ തുടങ്ങി. When the worship has begun its full തലയനങ്ങാൻ I began to move. തലയനങ്ങാൻ തുടങ്ങി. And I began to hear now. ഇരിക്കാൻ വലിയ അതിവേദന.
It is a great pain for me. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. I began to cry aloud. എന്റെ കണ്ണിൽ നിന്ന് കൂട്ടുകൂട്ടാ കണ്ണുനീര് മറിയാൻ And the തുടങ്ങി. tears began to roll down out of my eyes. എന്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ ഈ പുസ്തകം ചുമന്നതാണ്. I began to start take this gospel in my ഒത്തിരി പട്ടിണി ഞാൻ സഹിച്ചതാണ്. I have several times was hungry I have faced. ഞാൻ പലരുടെ വീട് മാറി മാറി കിടന്ന ഒരു വ്യക്തിയാണ്. I have several places I have rented. എന്നാൽ അതൊക്കെ ഞാൻ ഓർത്ത് കരയാൻ തുടങ്ങി. And all remembering all these things I began to cry. കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിന്റെ ആണിപ്പെടുത്ത കരം എന്റെ ശിരസിൽ തൊട്ടു. As I was crying, the nail pierced hands touched my life. അന്ന് എന്റെ വേദന മാറി. That time and that moment I got relieved out of the pain. ഇതുവരെ പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. Never again by I suffer like ഞാൻ that. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I began to pray now. ഒരു നിമിഷം പ്രാർത്ഥിക്കാനായി എന്റെ കൂടെ തയ്യാറാകുമോ? Are you ready to pray with me? നിന്റെ ജീവിതം തകർന്നതാണെങ്കിൽ, If it is broken down, നിന്റെ കുടുംബ ബന്ധം if തകർന്നതാണ്, your family relation is broken, എല്ലാ മേഖലയും തകർന്ന തരിപ്പണമാണെങ്കിൽ, and you are facing the utter brokenness in your life, തകർന്നതിനെ പുതുക്കി പണിയാൻ യേശുവിനെ കൊണ്ട് കഴിയും. if Jesus can raise you up from this, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to pray now. കണ്ണുകളടയ്ക്കുക. Shall we close our eyes? സുധാരഹസ്കേനിയാല പരിശുദ്ധ പിതാവേ, Holy Father, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. and we together commit this time into that. യേശുവിന്റെ സ്നേഹത്തെ ചിലത് പിടിക്കപ്പെടുവാൻ, Lord, I pray that the love of Jesus may cause some people. യേശുവിനെ ചിലത് സ്വീകരിക്കുവാൻ, I pray that let some people accept Jesus. ഏതൊക്കെ കുഴഞ്ഞ വിഷയങ്ങളാണോ ആ കുഴച്ചിലുകൾ മാറുവാൻ, Even though they were going through difficult situations. പരാജയപ്പെട്ടു പോയ മേഖലകൾ നികത്തി പരാജയത്തിൽ ഒരു വിജയത്തിന്റെ അനുഭവത്തിലേക്ക് It's my എത്തേണ്ടത്. prayer that you may take them out of their failures to the life of victory. ആണിപ്പെടുത്ത കരം തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. Let your nail pierce and touch them now. രോഗിയാണെങ്കിൽ യേശുവിന്റെ ആണിപ്പെടുത്ത കരം തൊട്ട് സൗഖ്യമാക്കണം. If they are sick, let your nail pierce and touch them. നിന്റെ ആണിപ്പെടുത്ത കരം തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. And I pray that you may touch and heal them. നീ അത്ഭുത മന്ത്രിയാണ്. You are the one who doing great miracles. നീ വീരനാ And ദൈവമാണ്. you are a mighty God. നീ നിത്യ പിതാവാണ്. You are eternal Father. നീ സമാധാനത്തിന്റെ You പ്രഭുവാണ്. are the Prince of നീ Peace. ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം You are ചെയ്യുകയാണ്. still interceding for us on the right hand of the Father. ആഗ്രഹങ്ങൾ നിന്റെ ശബ്ദമാ നീ വേഗം രണ്ടാമതും വരുമെന്ന്. And you have declared that you are coming soon for a second time. ഇതുവരെയും പറഞ്ഞ വാക്ക് അതുപോലെ നിവർത്തി വന്നെങ്കിൽ അടുത്ത വാക്ക് നിവർത്തിയാകുന്നതിനായി സ്വന്തം. And if we believe that if we have fulfilled all your promises, we believe that this promise will come to fulfillment. കർത്താവേ, നിന്റെ നാമം മഹത്വപ്പെടുക്കണമേ. Father, let your name take all the glory. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. Thank you for hearing our prayers. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless you. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് May ആശീർവദിക്കുമാറാകട്ടെ. the good Lord bless each and every one of you, those who hear this message.